വ്യഭിചരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സംഭവിച്ചു പോയി. എന്താണ് പരിഹാരം? അത് ആളുകളുടെ മുമ്പിൽ പറഞ്ഞ്, അല്ലെങ്കിൽ കോടതിയിൽ പോയി അത് പറഞ്ഞ് കോടതിയിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന രൂപത്തിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ആ വിഷയത്തിൽ അയാൾ ചെയ്യേണ്ടത്? ആരോടും പറയാതെ ആത്മാർത്ഥമായി അത് രഹസ്യമാക്കി വെച്ച് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണോ വേണ്ടത്? മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബിയായ മാഇസ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി, അദ്ദേഹം വ്യഭിചരിച്ചു എന്നാണ് അദ്ദേഹം പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് കുറ്റസമ്മതം നടത്തുന്നത്. വളരെ ഗൗരവത്തോടുകൂടി അദ്ദേഹം നബി തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, യാ റസൂലല്ലാഹ് തഹ്ഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്നെ ശുദ്ധീകരിക്കണം. എനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന നിലക്കുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയിരിക്കുന്നു പ്രവാചകരെ എന്ന് മാഇസ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ഏറ്റുപറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? വൈഹക്, മാഇസേ, നിനക്ക് നാശം. എന്താ നീ പറയുന്നത്? ഇർജി, നീ തിരിച്ചു പോ, മടങ്ങിപ്പോ മാഇസേ. ഫസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങ് മാഇസേ, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്ക്. മാത്രമല്ല അദ്ദേഹം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ലൗ സതർതഹു ബിസൗബിക ലകാന ഖൈറൻ ലക്, നീ അത് മറച്ചു പിടിക്ക്, നീ അത് മറച്ചു വെക്ക്, ആളുകളോട് പറയല്ലേ, അള്ളാഹിനോട് പോയിട്ട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്ത്, അതാണ് നിനക്ക് നല്ലത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഇസ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചല്ലോ. പക്ഷെ അദ്ദേഹം തയ്യാറാവാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അത് അദ്ദേഹത്തിന്റെ ഭീതി, ഇവിടെ ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ, ഇവിടുത്തെ ശിക്ഷ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവില്ല എന്ന അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉപദേശിച്ചത് എന്താണ്? മാഇസേ, നീ മടങ്ങിപ്പോ, ആരോട് ഇത് പറയണ്ട, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തലാണ്, തൗബ ചെയ്യലാണ് നിനക്ക് നല്ലത് എന്നാണ്. ഈ ഒരു വാചകത്തെ വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി. ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്താണ്? അൻ യതൂബ ഇലല്ലാഹി തആല, അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് വേണ്ടത്. വയസ്തുറു നഫ്സഹു, അവന്റെ ആ കാര്യത്തെ അവൻ മറച്ചു വെക്കണം. വലാ യദ്കുറു ദാലിക ലി അഹദിൻ, ഒരാളോടും പറയാതിരിക്കലാണ് അവന് നല്ലത്. ഏറ്റവും നല്ലത് അതാണ്, ആരോടും പറയാതിരിക്കുക. അങ്ങനെ സംഭവിച്ചു പോയോ ജീവിതത്തിൽ? ഒരാളോടും പറയാതെ അത് മനസ്സില്ലാ സങ്കടം നിലനിർത്തി റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം പറയുക. ആരുടെയെങ്കിലും മുമ്പിൽ പറഞ്ഞ് ഏറ്റുപറഞ്ഞിട്ട് എന്തു പ്രയോജനം? ഇസ്ലാമികമായി കുംഭസാരം നടത്തുക, കുംഭസാരക്കൂട്ടിൽ പോയി ക്രൈസ്തവ ലോകത്തുള്ള അച്ഛന്മാരുടെ മുമ്പിൽ ആളുകൾ പോയി കുംഭസാരക്കൂട്ടിൽ കുംഭസരിക്കുന്ന പതിവുണ്ട്. എല്ലാ തെറ്റുകുറ്റങ്ങളും അവിടെ അച്ഛനോട് തുറന്നു പറയും. ഇസ്ലാമിൽ അങ്ങനെ ഒരു സൃഷ്ടിയോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സൃഷ്ടിക്കും നമ്മെ ഇത്തരത്തിലുള്ള പാപഭാരം ഏറ്റെടുത്ത് രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിയോടും ഇത് പറയേണ്ടതില്ല, മറച്ചു വെക്കണം എന്നാണ്. തുടർന്നുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയാണ്, വബിഹാദാ ജസമ ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ ഖണ്ഡിതമായി ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം എന്താണ്? ഉഹിബ്ബു ലിമൻ അസാബ ദൻബൻ ഫസതറഹു അല്ലാഹു അലൈഹി അൻ യസ്തുറഹു അലാ നഫ്സിഹി വയതൂബ്. എന്താ പറയുന്നത്? ഷാഫി ഇമാം റഹിമഹുല്ലാ പറയാണ്, ആർക്കെങ്കിലും ഇതുപോലെ ഒരു പാപം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ അവനത് മാലോകരോട് ആരോടും പറയാതെ മറച്ചു വെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങലാണ് ഞാൻ അവന് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്നാൽ വിവാഹിതനായ ഒരു വ്യക്തി അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കുവോളം എറിഞ്ഞുകൊല്ലലാണല്ലോ അവന്റെ ശിക്ഷ. അവിവാഹിതനാണെങ്കിലോ 100 അടി അടിക്കലും നാടുകടത്തലും ഒക്കെയാണല്ലോ അവന്റെ ശിക്ഷ. ഇതൊന്നും ഏറ്റുവാങ്ങാതെ പശ്ചാത്തപിച്ചതുകൊണ്ട് മാത്രം പരലോകത്തെനിക്ക് രക്ഷപ്പെടാനാകുമോ എന്ന് വേവലാതി പൂണ്ടുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല എന്ന നിരാശാബോധത്തോടുകൂടി മനുഷ്യർ കഴിയാറുണ്ട്. ഇവിടെ ഈ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞതെന്താണ്? അങ്ങനെ ഒരാളോടും അത് പറയേണ്ടതില്ല, പറയുകയും ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണം?
അവന്റെ മനസ്സിൽ ആ സങ്കടം ഒതുക്കി അത് അല്ലാഹുവിന്റെ മുമ്പിൽ നിരന്തരം പറഞ്ഞ് ആത്മാർത്ഥമായി അവൻ ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഏതു പാപവും അങ്ങനെ തന്നെയാണ്. സൂറത്തുൽ ഫുർഖാനിൽ ശിർക്കിനെ കുറിച്ച് പറഞ്ഞു, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞു, കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞതെന്താണ്? അതൊക്കെ അതികഠിനമായ പാപമാണ്, നരകത്തീ അവർക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞത് ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ അപ്പൊ പുറത്തു കൊടുക്കും എന്നാണ്. ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങിയില്ലെങ്കിലും ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങൽ അതിന്റെ ഒരു കണ്ടീഷനാണ് എന്നില്ല. ആത്മാർത്ഥമാണ് തൗബയെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ്, ഇജ്തനിബൂ ഹാദിഹിൽ ഖാദൂറാത്തില്ലതീ നഹല്ലാഹു അൻഹാ ഫമൻ അലമ്മ ബിശൈഇൻ മിൻഹാ ഫൽയസ്തതിർ ബിസത്രില്ലാഹ് വൽയതുബ് ഇലല്ലാഹ് ഫഇന്നഹു മൻ യുബ്ദിലനാ സഫഹതഹു നുഖിം അലൈഹി കിതാബുല്ലാഹി അസ്സ വജൽ. ഇമാം ഹാക്കിമും ബൈഹഖിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾ ഈ മ്ലേച്ഛമായ രൂപത്തിലുള്ള പാപങ്ങളൊക്കെ അള്ളാഹ് വിരോധിച്ചിട്ടുള്ള ഈ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിവാകണേ, നിങ്ങൾ വിട്ടു നിൽക്കണേ. അങ്ങനെ വല്ലതും ആരിൽ നിന്നെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് അത് മറച്ചു വെച്ചതാണെങ്കിൽ അവനത് മറച്ചു വെക്കട്ടെ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങട്ടെ. കാരണം എന്റെ മുമ്പിൽ അഥവാ ഞങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ അവന്റെ തിന്മ അവൻ വെളിപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ അള്ളാന്റെ കിതാബ് അനുസരിച്ചുകൊണ്ട് ഹദ്ദ് നടപ്പാക്കേണ്ടി വരും. തുറന്നു വന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാന്റെ കിതാബിലുള്ള ശിക്ഷ എന്താണെങ്കിൽ അത് നടപ്പിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ വല്ലതും പറ്റിപ്പോയെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, ഇങ്ങനെ ഈ രൂപത്തിലുള്ള പ്രവൃത്തി, നീചമായ പ്രവൃത്തി മനുഷ്യരിൽ നിന്ന് സംഭവിച്ചു പോയി. വിവാഹിതരിൽ നിന്നാണത് സംഭവിച്ചതെങ്കിൽ പലപ്പോഴും സംശയിക്കാറുണ്ട്, ഒരു ഭർത്താവിനോടല്ലേ ഭാര്യ അതിലൂടെ വഞ്ചന കാണിച്ചത്? ഒരു സ്ത്രീയാണ് വ്യഭിചരിച്ചതെങ്കിൽ അവളുടെ ഭർത്താവിനെ അവൾ ചതിച്ചില്ലേ, വഞ്ചിച്ചില്ലേ? അപ്പോൾ പിന്നെ തൗബ കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, ഭർത്താവിനോട് പൊരുത്തപ്പെടിക്കേണ്ടതില്ലേ? അതുപോലെ തന്നെ ഒരു ഭാര്യയോടും പൊരുത്തപ്പെടിക്കേണ്ടതില്ലേ ഭർത്താവ്? ആ പെണ്ണും പൊരുത്തപ്പെടിക്കേണ്ടതില്ലേ? അയാളുടെ ഭാര്യയല്ലേ ഞാൻ ചതിച്ചത് എന്ന്. അതുകൊണ്ട് അവളുടെ ഭാര്യയോട് ഒന്ന് പൊരുത്തപ്പെടിക്കാതെ എൻ്റെ തൗബ സ്വീകരിക്കപ്പെടുമോ? ഇതൊക്കെയും ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ്. സഹോദരങ്ങളെ, ഈ വിഷയത്തിലും പണ്ഡിതന്മാര് പറയുന്നത്, ഒരു ഭർത്താവും അതുപോലെ തന്നെ ഒരു ഭാര്യയും അപ്പുറത്തുള്ള ഭർത്താവിനോടോ ഭാര്യയോടോ ഈ വിഷയം പറയാൻ പോകരുത്. കാരണം അത് അതികഠിനമായ രൂപത്തിലുള്ള ഫസാദിലേക്കാണ് നീങ്ങുക. മാത്രമല്ല, ഒരു വേള ചിലപ്പോൾ കൊന്നുകളഞ്ഞു എന്ന് വന്നേക്കാം, ബന്ധം തന്നെ വേർപ്പെടുത്തുമല്ലോ. പല രൂപത്തിലുള്ള ഫസാദുകൾ, വലിയ രൂപത്തിലുള്ള ഫസാദുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഉൾക്കൊള്ളാനായില്ലെങ്കിലോ, അതുകൊണ്ട് തന്നെ പറയരുത്, അത് പറഞ്ഞു പോകരുത്. പറയാതെ തന്നെ സ്വകാര്യമായി മനസ്സിൽ വെക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. ഈ ഭർത്താവിനോടോ ഈ ഭാര്യയോടോ ഒക്കെ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം വിഷയം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അത് ഒരിക്കലും ഒരാളോടും തുറന്നു പറയാൻ പോകണ്ട. ചിലരൊക്കെ അതാ ആദ്യ രാത്രിയിൽ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പുതിയ മണവാളനോട് പറയാറുണ്ട്. അതുപോലെ തന്നെ ആ ഭർത്താവും ഈ പെണ്ണിനോട് ചിലതൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊന്നും വെളിപ്പെടുത്തരുത് ഒരാളുടെ മുമ്പിലും. എന്താ അതൊക്കെ വെളിപ്പെടുത്തിയിട്ട് കാര്യം? ഭാവി ജീവിതത്തിൽ പിന്നെ ഇയാൾ ഇവളെ പിന്നെയും സംശയിക്കൂലേ, ഇവള് ഇയാളെയും സംശയിക്കൂലേ? തൽക്കാലം അതൊക്കെ ആ മധുരമുള്ള ജീവിതത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ സഹിച്ചു എന്നും പൊരുത്തപ്പെട്ടു എന്നും ഒക്കെ വരാം. പക്ഷേ ഇതൊക്കെ തുറന്നു പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? പിന്നെ വിശ്വസിക്കൂല. ഈ മധുരമൊക്കെ അങ്ങ് അവസാനിച്ച് ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ഉണ്ടാകുന്ന ഓരോ അപസ്വരങ്ങൾക്കിടയിലും പിന്നെ പഴയകാലത്തെ ചിന്തകൾ, ഇവൾ അങ്ങനെയൊക്കെ പോയവളാണ്, ഇവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചവനാണ് എന്ന ചിന്ത രണ്ടു കൂട്ടരുടെയും മനസ്സുകളിൽ കടന്നു വന്നാൽ പിന്നെ പരസ്പരം സംശയരോഗമാണ് അവിടെ പൊട്ടിമുളക്കുന്നത്. പിന്നെ ആ ജീവിതത്തിൽ ദാമ്പത്യം എന്ന് പറയുന്നത്, അതിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്.
പരസ്പരമുള്ള വിശ്വാസം പോയി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയെ സംശയിക്കുന്നുവെങ്കിൽ, എൻ്റെ ഭാര്യ എന്നെ സംശയിക്കുന്നുവെങ്കിൽ ആ ജീവിതം പിന്നെ നരകതുല്യമാ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എന്തിൻ്റെ പേരിലും ഒരാളും തൻ്റെ ഗതകാല ജീവിതത്തെ കുറിച്ച് ആദ്യ രാത്രിയിലോ ആദ്യ നാളുകളിലോ തൻ്റെ ഇണയോട് ഒരിക്കലും കുത്തി ചികഞ്ഞ് ചുഴിഞ്ഞന്വേഷിക്കാൻ പോകാൻ പാടില്ല. അതൊട്ട് പറയാനും പാടില്ല. അതൊക്കെ അപകടങ്ങളാണ് ചെയ്യുക. മറിച്ച് ഇതൊരു സൃഷ്ടിക്കും പൊറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് റഹ്മാനായ റബ്ബിനോട് മാത്രം ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ തൗബ ചെയ്യുകയാണ് വേണ്ടത്. ആരോടും പറയണ്ട, റബ്ബിനോട് പറയൂ. റബ്ബത് മൂടി വെച്ചതല്ലേ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. എൻ്റെ സമുദായത്തിലുള്ള മുഴുവൻ പാപികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീന, പാപം ചെയ്തിട്ട് പിന്നീട് അത് പരസ്യപ്പെടുത്തുന്നവർക്കൊഴികെ. അല്ലാഹ് രഹസ്യമാക്കിയതാണ്. അല്ലാഹ് അത് മാലോകരറിയാതെ ഇവനോട് മൂടിവെച്ചതാണ്. ആ മൂടിവെച്ച കാര്യം പിന്നെ ഇവനായിട്ട് എന്തിനു പരസ്യപ്പെടുത്തുന്നു? ഞാൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത്, ഇപ്രകാരം ഇന്നതുമൊക്കെ ചെയ്തു എന്ന് പരസ്യപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഒരാളും പോകേണ്ടതില്ല. ഇതാണ് ഇസ്ലാം ആ കാര്യത്തിൽ പറയുന്നത്. അതോടൊപ്പം എന്ത് വേണം? അതൊക്കെ നിസ്സാരമായതുകൊണ്ടല്ല ഈ പറയുന്നത്. ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ചു മടങ്ങണം. നന്മകൾ ധാരാളമായി പ്രവർത്തിക്കണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനോട് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തണം. തൻ്റെ ഭാര്യയോട് കൂടുതൽ സ്നേഹവും ബന്ധങ്ങളുമൊക്കെ മെച്ചപ്പെടുത്തി ആത്മാർത്ഥമായി തന്നെ തൗബ ചെയ്ത് ഇനി അങ്ങനെ ഒരു ചിന്ത പോലും വരാതെ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകാൻ സാധ്യതയുള്ള കവാടങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കൊട്ടിയടക്കപ്പെടണം. എന്ത് കാരണത്താലാണ് ആ തിന്മയിലേക്ക് പോയതെങ്കിൽ ആ തിന്മക്ക് കാരണമാകുന്ന വല്ല കാരണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വേരോടെ മുറിച്ചു കളഞ്ഞേക്കണം. വളരെ ഗൗരവത്തോടുകൂടെയാണ് കാണേണ്ടത്. അത്തരത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാരണങ്ങളൊക്കെ കാണുമ്പോഴാണോ ഇനി കാണാതിരിക്കുക, ഇനി ഫോൺ വിളിക്കാതിരിക്കുക, ഇനി അങ്ങനെ ചാറ്റ് ചെയ്യാതിരിക്കുക, എന്താണോ ഏത് കാരണത്താലാണോ സംഭവിക്കുന്നത് ആ കാരണം തന്നെ അങ്ങ് മുറിച്ചു കളയണം. അത്തരത്തിലുള്ള പാപങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകളോട് അതാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ അവൻ അതിൽ നിന്ന് ഒഴിവാകണം. ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം. അതല്ലാതെ ഒരാളോടും അത് പറയരുത്. ഒരാളോടും അത് പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല. അള്ളാഹുവിനോട് പറയുക, അള്ളാഹു പൊറുക്കും. മാത്രമല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ധാരാളമായി ചെയ്യുക, ധാരാളം നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പാപം ഓർക്കുമ്പോഴൊക്കെ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, ധർമ്മം, ദാനധർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. സ്വകാര്യമായിട്ട് ധർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഒരു സഹാബി വന്നുകൊണ്ട് സങ്കടത്തോടുകൂടെ പറഞ്ഞു, നബിയെ, ഞാൻ തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയോട് എനിക്ക് താല്പര്യം തോന്നി. ഞാൻ അവളെ ആലിംഗനം ചെയ്തു, എന്നോട് ചേർത്തു പിടിച്ചു, ഞാൻ അവളെ ചുംബിക്കുകയുണ്ടായി. എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്ന, ലൈംഗികമായ ബന്ധം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി മാത്രം ഞാൻ ചെയ്തില്ല, മറ്റെല്ലാം ഞാൻ ചെയ്തു പ്രവാചകരെ എന്ന് നബി തങ്ങളോട് വന്നിട്ടൊരു സഹാബിയാണ് പറയാണ്. അതാണ് കേട്ട ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ കുറച്ചു നേരത്തേക്ക് മൗനം പാലിച്ചു, ഒന്നും മിണ്ടിയില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫസക്കത റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദാ കുറച്ചു നേരത്തേക്ക് മൗനം പാലിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴതാ ഈ ആയത്ത് ഇറങ്ങുന്നു. ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. തീർച്ചയായും നല്ല നല്ല കാര്യങ്ങൾ തിന്മകളെ പോക്കിക്കളയും. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ പിന്നീടുള്ള ജീവിതത്തിൽ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുമ്പോൾ ഇവ കൊണ്ട് അവയെ അല്ലാഹു പോക്കിക്കളയും, നീക്കിക്കളയും. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. ഓർക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പും ഒരു പ്രത്യേകമായ ഉത്ബോധനവുമാണിത്. ഈ വചനം ഇറങ്ങി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഈ ആയത്തങ്ങ് ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. ഉടനെ ആ സദസ്സിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിനോട് ഇത് കണ്ടു നിൽക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അലഹു ഖാസ്സ അം ലിന്നാസി കാഫ, ഇത് ഇദ്ദേഹത്തിന് മാത്രം ബാധകമാകുന്ന നിയമമാണോ, അതോ പിൽക്കാലത്തിന് സംഗതി വശാൽ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും അങ്ങനെ വന്നു പോയാൽ അവർക്കൊക്കെ ഇത് ബാധകമാകുമോ ഈ ആയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ലിന്നാസി കാഫ,
ഇതെല്ലാവർക്കും ബാധകമാണ്. ഇതെല്ലാവർക്കും ബാധകമാണ്. സഹോദരങ്ങളെ, ഇത് ഇഷ്ടം പോലെ ഈ പറയുന്ന രൂപത്തിലുള്ള തിന്മകൾ ചെയ്യാനുള്ള ഒരു ലൈസൻസായി ആരും മനസ്സിലാക്കരുത്. എന്തു തന്നെ തെറ്റ് ചെയ്താലും അള്ളാഹു പൊറുക്കാനുണ്ട് എന്ന് പറയുന്ന ഹദീസുകളും ആയത്തുകളുമൊക്കെ നമുക്ക് ഇനിയും തിന്മകൾ ചെയ്യുവാനുള്ള ലൈസൻസ് അല്ലല്ലോ. ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നീറിപ്പുകഞ്ഞ് നിരാശപ്പെടാതെ കഴിയാനും ഇനിയങ്ങോട്ടുള്ള ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനുമുള്ള കാര്യങ്ങളായിട്ട് മാത്രമേ ഈ രൂപത്തിലുള്ള വചനങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാവൂ, ഗ്രഹിക്കാവൂ. അതല്ലാതെ പൈശാചികമായ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് ഒരിക്കലും ഇത്തരം വചനങ്ങളെ നമ്മൾ കൊണ്ടുപോകരുത്. അതുകൊണ്ട് ആ രൂപത്തിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയാണ് ആ പ്രവൃത്തി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളവർ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രത്യേകമായി പശ്ചാത്താപം സ്വീകരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.